അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ കണ്ടു കേട്ടു കോൺഗ്രസ് MLA പാലക്കാട് കോൺഗ്രസ് MLAൻ്റെ എതിരെ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സർക്കാർ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ഇത് ഞങ്ങൾ എത്രയോ മാസം മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇയാളുടെ എതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല? സോമോട്ടോ കേസ് എന്തുകൊണ്ട് ഗവൺമെൻറ് ഫയൽ ചെയ്യുന്നില്ല? പോലീസ് അന്വേഷണം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ ഇന്നലെ നടക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്? കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 100% എൻ്റെ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോട് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഇത് സ്വർണ്ണക്കള്ള, ശബരിമലയിൽ നടന്ന സ്വർണ്ണ മോഷണം, കോർട്ട് ചെയ്യുന്ന നടപടി, ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPM സർക്കാർ ഈ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇത് CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ഈ ഒരു ഇഷ്യൂവിന് മുമ്പോട്ട് വെച്ച് നടന്ന ശബരിമലേൻ്റെ കൊള്ള, ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇവിടുന്ന് മാറ്റി വെച്ച് വേറെ ഏതെങ്കിലും ഒരു ഡിസ്കഷൻ തുടങ്ങാൻ ഒരു ശ്രമം. പക്ഷേ എലക്ഷൻ വരുന്നു, 10 ദിവസം മുമ്പ്, എലക്ഷൻ്റെ മുമ്പ് ഈ ഇഷ്യൂ ശരിയാണ്, ഇതിനെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? എന്തുകൊണ്ട് 3.5 മാസം ഇയാളെ ഒരു റെഡ് കാർപ്പറ്റും വെച്ച് അസംബ്ലിയിൽ കയറ്റിയ CPM സർക്കാർ ഇപ്പോൾ അയാളുടെ എതിരെ കേസ് ഫയൽ ചെയ്യുന്നു? ഞാൻ പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു നാണമില്ലാത്തൊരു പാർട്ടിയാണ്. ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആക്കുമ്പോൾ തന്നെ ഈ റിയൽ പൊളിറ്റീഷ്യൻ, ഈ റിയൽ രാഷ്ട്രീയക്കാരനെ കുറിച്ച് എത്രയോ പരാതികളുണ്ടായിരുന്നു. എന്നിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാക്കി, എന്നിട്ടും പാലക്കാടിൻ്റെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു. ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ശരി, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഇതാണ്, നമ്മൾ എത്രയോ കൊല്ലമായിട്ട് കണ്ടതാണ്. പക്ഷേ CPM ആണ് ഇപ്പോൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത്. CPMഉം കോൺഗ്രസും ഒരുമിച്ച്, ഇന്ത്യ അലയൻസിൻ്റെ 2 പാർട്ട്ണർ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം നടത്തുന്നു. ഞങ്ങളത് സമ്മതിക്കില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഈ ഇലക്ഷനിൽ സ്വർണ്ണക്കൊള്ള, ശബരിമലയിൽ ചെയ്ത ദ്രോഹം, ശബരിമലയിൽ ചെയ്ത കൊള്ളയും, ശബരിമലയിൽ ചെയ്ത തെറ്റും ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും, സൂചിപ്പിക്കും, അറിയിപ്പിക്കും. ഇത് എന്ത് സർക്കസ് ചെയ്താലും, എന്ത് കസരത്ത് ചെയ്താൽ CPMഉം കോൺഗ്രസ് ചെയ്താലും ഇതിന് ശ്രദ്ധ ധരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓക്കെ, താങ്ക് യു. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന ഒരു ധ്വനിയുണ്ടോ? അതായത് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തത്, ഇത് കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു ആരോപണമാണ്, ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, സ്വർണ്ണക്കള്ള മറക്കാനാണെന്ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ ഇന്നലെ പറയുന്നുണ്ട്. അത് മറ്റൊരർത്ഥത്തിൽ ആവർത്തിക്കുകയാണോ താങ്കൾ? ഞാൻ പറഞ്ഞു അതിൽ ഒരു ട്രാൻസ്ലേഷൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞു? ഇത് ഈ രണ്ട് പാർട്ടിയും ഒറ്റ ടുഗദർ അവർ ഒരുമിച്ച് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നു. ശബരിമലേൻ്റെ കൊള്ള ചെയ്തത് ആരാ? ഒരു സിസ്റ്റം. അത് എപ്പോൾ തുടങ്ങിയെന്ന് ഞങ്ങൾ ആദ്യം ദിവസം മുതൽ അന്വേഷണം നടക്കുന്നത് ഞാൻ ചോദിച്ചിട്ടില്ലേ? ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയത്, ഇത് CPM വരുന്ന മുമ്പ് തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റീൻ്റെ ഫോട്ടോഗ്രാഫ് സോണിയാഗാന്ധിൻ്റെ ഒപ്പം, ആൻ്റണീൻ്റെ ഒപ്പം, അടൂർ പ്രകാശിൻ്റെ ഒപ്പം നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ ഈ ശബരിമല കൊള്ളയിൽ കോൺഗ്രസും CPMഉം 2 പാർട്ടിയും ഒരുമിച്ച് തുടങ്ങിയും നടത്തിയ കൊള്ളയാണ്. അതിൻ്റെ അന്വേഷണമാണ് ഞാൻ പറയുന്നത് സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി നടത്തണമെന്ന്. അത് ആദ്യം മുതൽ പാർട്ടി പറഞ്ഞ കാര്യമല്ലേ? പക്ഷേ അതിന് ശ്രദ്ധ തിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് കേസ് ഫയൽ ചെയ്യുന്നത്, ഇതിൽ CPM കോൺഗ്രസ് ഇന്ത്യ അലയൻസിൻ്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്.
ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, കോൺഗ്രസ് ഇതിൻ്റെ ഒരു പഴയ ചരിത്രമുണ്ട്. ഇത് എത്ര കൊല്ലമായിട്ട് എല്ലാവർക്കും അറിയാം. ഇന്ന് ഓർമ്മ വയ്ക്കുന്നൊരു സമയമാണ്. കോൺഗ്രസ് ഈ കൊള്ള ചെയ്യുമ്പോൾ, അവരെ പിടിക്കുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് എന്താണ്? ശ്രദ്ധ തിരിക്കുക. 26/11 ടെറർ അറ്റാക്ക് കഴിഞ്ഞിട്ട് കോൺഗ്രസ് എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിൻ്റെ ഗുരുനാഥനായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു അത് RSS ഹിന്ദു ടെററാണ്. 2G സ്കാം കണ്ടുപിടിച്ചപ്പോൾ UPA കോൺഗ്രസിൻ്റെ മന്ത്രി കപിൽ സിബൽ എന്താ പറഞ്ഞു? 0 ലോസ് ഉണ്ട്. കോൾ ബ്ലോക്ക് സ്കാം ഉണ്ടാവുമ്പോൾ കോൺഗ്രസ് മന്ത്രി എന്താ പറഞ്ഞു? P ചിദംബരം പറഞ്ഞു കോൾ ഇങ്ങോട്ടും പോയില്ലല്ലോ, കോൾ അണ്ടർ ദ ഗ്രൗണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു പഴയ ഒരു കോൺഗ്രസ് തല്ലിപ്പൊളി തന്ത്രമാണ്. പിടിക്കുമ്പോൾ, കൊള്ള ചെയ്ത് ട്രാപ്പാവുമ്പോൾ എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ വേറെ ആരും പേരെടുക്കുക. അത് നമ്മൾ 26/11 കണ്ടതല്ലേ. അപ്പോൾ ഇവിടെയും ചെയ്യും അവർ.